നമസ്കാരം. ലോകത്തിലെ ഏറ്റവും മികച്ച 5 സൈനിക ഡ്രോണുകളുടെ പട്ടിക എടുക്കുക. അധികം വൈകാതെ അവയിലൊന്ന് നമ്മുടെ സേനയുടെയും ഭാഗമായിരിക്കും. നിർണായകമായ ഇന്ത്യ അമേരിക്ക ആയുധ കരാറാണ് നമ്മെ ഈ സുപ്രധാന നേട്ടത്തിൽ എത്തിക്കാൻ പോകുന്നത്. ഈ ഡ്രോണിൻ്റെ സവിശേഷതകളും ഒപ്പം തന്നെ ഇന്ത്യ തദ്ദേശീയമായി ഡ്രോൺ വികസിപ്പിച്ചെടുക്കാൻ ലക്ഷ്യമിട്ട് തുടങ്ങിയ തപസ് പദ്ധതിയുടെ ഇപ്പോഴത്തെ അവസ്ഥയുമൊക്കെയാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ഒപ്പുവെച്ച 34,500 കോടി രൂപയുടെ ആയുധ കരാറിന്റെ ഭാഗമായിട്ടാണ് ഈ ഡ്രോണുകൾ ഇന്ത്യയിലെത്താൻ പോകുന്നത്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ കയറ്റുമതി ചെയ്യുന്ന അമേരിക്കയും ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ ഇറക്കുമതി ചെയ്യുന്ന ഇന്ത്യയും തമ്മിലുള്ള ഒരു ഡീൽ. ഇന്ത്യയുടെ അതിർത്തി പ്രദേശങ്ങളിൽ, അത് കരയിലായിക്കോട്ടെ കടലിലായിക്കോട്ടെ, വർദ്ധിച്ചു വരുന്ന ചൈനീസ് സാന്നിധ്യം തന്നെയാണ് ഇന്ത്യയെ കൊണ്ട് ഇങ്ങനെ ഒരു നീക്കത്തിന് പ്രേരിപ്പിക്കുന്നതും. അങ്ങനെ ഈ കരാറിന്റെ ഭാഗമായി 31 MQ-9B ഡ്രോണുകളാണ് ഇന്ത്യയിൽ എത്താൻ പോകുന്നത്. ഇതിൽ 15 എണ്ണം ഇന്ത്യൻ നേവിക്കാണ്. അവ അറിയപ്പെടുന്നത് MQ-9B സീ ഗാർഡിയൻസ് എന്നാണ്. ബാക്കിയുള്ള 16 എണ്ണത്തിൽ 8 വീതം ഇന്ത്യൻ കരസേനയ്ക്കും ഇന്ത്യൻ വായുസേനയ്ക്കും ലഭിക്കും. അവ MQ-9B സ്കൈ ഗാർഡിയൻസ് എന്നും അറിയപ്പെടും. സീ ഗാർഡിയൻസും സ്കൈ ഗാർഡിയൻസും തമ്മിൽ സ്പെസിഫിക്കേഷനിൽ ചില വ്യത്യാസങ്ങളുണ്ട്. ഇതൊരു ഹൈ ആൾട്ടിറ്റ്യൂഡ് ലോങ് എൻഡ്യൂറൻസ് ശ്രേണിയിൽപ്പെട്ട വിമാനമാണ്. അതായത് 40,000 അടി ഉയരത്തിൽ തുടർച്ചയായി 40 മണിക്കൂർ അല്ലെങ്കിൽ 11,112 കിലോമീറ്റർ ഇതിന് പറക്കാൻ കഴിയും. പരമാവധി വേഗത എന്നത് മണിക്കൂറിൽ 442 കിലോമീറ്റർ ആണ്. ഇതിന്റെ പേലോഡ് കപ്പാസിറ്റി എന്നുള്ളത് 2,155 കിലോഗ്രാം ആണ്. ഇതിന്റെ മുൻ വേരിയന്റുകളെ അപേക്ഷിച്ച് ISR, അതായത് ഇന്റലിജൻസ്, സർവിലിയൻസ് ആൻഡ് റെക്കണൈസൻസ് കേപ്പബിലിറ്റി വർദ്ധിപ്പിക്കുന്നതിനായി ലിങ്ക്സ് മൾട്ടിമോഡ് റഡാറും ഇലക്ട്രോ ഒപ്റ്റിക്കലും ഇൻഫ്രാറെഡ് സെൻസറുകളുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിന്റെ വിങ് സ്പാൻ എന്നത് 24 മീറ്റർ ആണ്. ഇതിൽ നിന്ന് തന്നെ ഇതിന്റെ വലിപ്പം ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഒറ്റ നോട്ടത്തിൽ ഇതൊരു ആളില്ലാ ബോംബർ വിമാനമാണെന്നൊന്നും ആരും പറയില്ല. സാധാരണ ആളില്ലാ വിമാനങ്ങളെ UAV എന്നും UCAV എന്നുമൊക്കെയാണ് വിളിക്കാറ്. എന്നാൽ ഈ ശ്രേണിയിൽപ്പെട്ടവ അറിയപ്പെടുന്നത് RPAS എന്നാണ്. റിമോട്ട്ലി പൈലറ്റഡ് എയർക്രാഫ്റ്റ് സിസ്റ്റം. സർട്ടിഫയബിൾ ഗ്രൗണ്ട് കൺട്രോൾ സ്റ്റേഷനാണ് ഇതിന്റെ പ്രത്യേകത. അതായത് സാധാരണ വിമാനത്തിന് സമാനമായ കോക്പിറ്റും ഡിസ്പ്ലേകളും ഉൾപ്പെടും. മനുഷ്യനും യന്ത്രവും തമ്മിലുള്ള അത്യുന്നത ആശയവിനിമയത്തിന്റെ സാഹചര്യം സൃഷ്ടിക്കപ്പെടും. അതുകൊണ്ട് തന്നെ സാഹചര്യങ്ങൾക്കനുസരിച്ചുള്ള ചടുലത എപ്പോഴും പ്രകടമായിരിക്കും. 8 മില്യൺ ഫ്ലൈറ്റ് അവേഴ്സ് ആണ് ഈ വിമാനം ഈ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും സാഹചര്യങ്ങളിലുമായി വിജയകരമായി താണ്ടിയത്. ഇതിൽ ഇവ സാധാരണ നടത്താറുള്ള നിരീക്ഷണ ദൗത്യങ്ങൾക്ക് പുറമെ ദുരിതാശ്വാസവും രക്ഷാദൗത്യവും മുന്നറിയിപ്പുകളും യുദ്ധവും ഉൾപ്പെടും. MQ-9B സ്കൈ ഗാർഡിയന് ഭൂമിക്കടിയിൽ കുഴിച്ചിട്ടിരിക്കുന്ന മൈനുകളെ പോലും തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ സീ ഗാർഡിയന്റെ കാര്യമെടുത്താൽ അവയ്ക്ക് അന്തർവാഹിനികളുടെ സാന്നിധ്യം തിരിച്ചറിയാനും അതിനെ ആക്രമിച്ച് കീഴ്പ്പെടുത്താനും കഴിയും. ഇത് സാധ്യമാക്കുന്നത് ഇതിൽ ഘടിപ്പിച്ചിരിക്കുന്ന ആന്റി സബ്മറൈൻ വാർഫെയർ മിഷൻ കിറ്റ് ആണ്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇവ രണ്ടും തമ്മിൽ സ്പെസിഫിക്കേഷനിൽ ചില വ്യത്യാസങ്ങൾ ഉണ്ടെന്ന്. അതുപോലെ തന്നെ സീ ഗാർഡിയന്റെ മിഷൻ റേഡിയസ് എന്ന് പറയുന്നത് 1200 നോട്ടിക്കൽ മൈൽസ് ആണ്. ഏത് പ്രതികൂല കാലാവസ്ഥയിലും ഇതിന്റെ കാര്യക്ഷമത നഷ്ടപ്പെടുന്നില്ല എന്നുള്ളത് ഇതിന്റെ മറ്റൊരു സവിശേഷതയാണ്. ഇത് വരുന്നതോടെ നിലവിൽ ഇന്ത്യൻ നേവിയുടെ കൈവശമുള്ള P-81 മാരിടൈം എയർക്രാഫ്റ്റിന്റെ ജോലി കുറയുമെന്നർത്ഥം. കാരണം നിലവിൽ ഇന്ത്യൻ നേവിക്കായി ഇത്തരം സേവനങ്ങൾ ചെയ്യുന്നത് ഈ ഒരു വിമാനമാണ്. ഇനി മുതൽ P-81ന്റെ കണ്ണ് വെട്ടിച്ചാലും രക്ഷയില്ലെന്നർത്ഥം. ഇത് തീർച്ചയായും ചൈനീസ് നാവികസേനയെ അസ്വസ്ഥരാക്കും. ബാക്കിയുള്ള 16 സ്കൈ ഗാർഡിയനുകൾ ഇന്ത്യ ചൈന അതിർത്തിയായ ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോളിലും ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയായ ലൈൻ ഓഫ് കൺട്രോളിലുമായിരിക്കും റോന്തു ചുറ്റുക. ഈ ഡീൽ ഉറപ്പിക്കുക വഴി നമുക്ക് മറ്റൊരു സുപ്രധാന നേട്ടം കൂടിയാണ് ഇപ്പോൾ വന്നു ചേരാൻ പോകുന്നത്. ഇതെങ്ങനെയെന്ന് വെച്ചാൽ ഇതിന്റെ നിർമ്മാതാക്കളായ ജനറൽ അറ്റോമിക്സ് ഇന്ത്യൻ കമ്പനിയായ ഭാരത് ഫോർജുമായി ഒരു പാർട്ട്ണർഷിപ്പിൽ ഏർപ്പെടാൻ പോവുകയാണ്. ഇതിന്റെ ഫലമായി ഡ്രോണിന് ആവശ്യമുള്ള പല കമ്പോണൻസും ഇന്ത്യയിൽ നിന്നായിരിക്കും വാങ്ങുക. കൂടാതെ ഇന്ത്യയിൽ ഒരു ഗ്ലോബൽ ഡ്രോൺ മെയിൻ്റനൻസ് ഹബ്ബും സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇനി നമുക്ക് വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ തപസ് പദ്ധതിയുടെ നിലവിലെ അവസ്ഥ പരിശോധിക്കാം. തപസ് എന്നാൽ ടാക്ടിക്കൽ എയർബോൺ പ്ലാറ്റ്ഫോം ഫോർ എയർ സർവിലിയൻസ് എന്നാണ്. മീഡിയം ആൾട്ടിറ്റ്യൂഡ് ലോങ് എൻഡ്യൂറൻസ് ഡ്രോണുകൾ തദ്ദേശീയമായി വികസിപ്പിച്ചെടുക്കാൻ തുടങ്ങിയ ഒരു പദ്ധതിയാണ്. 30,000 അടി ഉയരത്തിൽ തുടർച്ചയായി 24 മണിക്കൂർ പറക്കുക എന്നതായിരുന്നു ലക്ഷ്യം. പക്ഷേ ആ ഒരു ലക്ഷ്യം കൈവരിക്കാൻ പല കാരണങ്ങൾ കൊണ്ടും നമുക്ക് കഴിഞ്ഞില്ല എന്നതാണ് സത്യം. ഇതിന്റെ ഒരു ചരിത്രം പരിശോധിച്ചാൽ 2011 UPA ഗവൺമെന്റിന്റെ കാലത്ത് തുടങ്ങിയ പദ്ധതിയാണ്. NDA ഗവൺമെന്റ് വന്നതിന് ശേഷം ഇതിനെ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിൽ ഉൾപ്പെടുത്തി.
അങ്ങനെ 2016 ഇതിന്റെ ആദ്യത്തെ ടെസ്റ്റ് ഫ്ലൈറ്റ് ഒക്കെ നടന്നു. തുടർന്ന് 1650 കോടി രൂപയുടെ പദ്ധതി ചെലവ് കണക്കാക്കി മുന്നോട്ട് പോയതുമാണ്. എന്നാൽ ഡിസൈനിലുണ്ടായ ചെറിയ പിഴവുകളും അതുപോലെ തന്നെ സ്പെയർ പാർട്സിന്റെ ലഭ്യത കുറവും കാരണം പദ്ധതി വീണ്ടും ഇഴഞ്ഞു. ആദ്യകാലത്ത് ഇതിന്റെ പല സ്പെയർ പാർട്സുകളും ചൈനയിൽ നിന്ന് ഇറക്കുമതി ചെയ്യാനാണ് ഉദ്ദേശിച്ചിരുന്നത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഡ്രോണിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ ആദ്യം ലഭിക്കുക ചൈനയ്ക്കായിരിക്കും. ഇത് മനസ്സിലാക്കിയ ഇന്ത്യ സ്പെയർ പാർട്സിനായി മറ്റ് രാജ്യങ്ങളെ ആശ്രയിച്ചു. പക്ഷേ അങ്ങനെ വരുമ്പോൾ ചെലവും കൂടി. 2024 ആയപ്പോഴേക്കും ഇതിൻ്റെ ആദ്യ എസ്റ്റിമേറ്റ് കോസ്റ്റായ 1650 കോടിയിൽ നിന്ന് 1786 കോടി രൂപയിലെത്തി. എന്നിരുന്നാലും ഈ പദ്ധതിയുമായി തന്നെ മുന്നോട്ട് പോയി. ഈ കാലയളവിനിടയിൽ ഏകദേശം 200ഓളം ഫ്ലൈറ്റ് ടെസ്റ്റുകളാണ് ഈ തപസ് പദ്ധതിയിൽ നടന്നത്. 30,000 അടി എത്താൻ പറ്റിയില്ലെങ്കിലും 24,000 അടിയിൽ 18 മണിക്കൂർ വരെ ഇതിന് പറക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ശുഭപ്രതീക്ഷ നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. ഈ പദ്ധതിക്ക് ഇന്ത്യൻ നേവിയും ഇന്ത്യൻ എയർഫോഴ്സും പൂർണ്ണ പിന്തുണ നൽകുന്നുണ്ട്. എന്നാൽ ഇന്ത്യൻ കരസേനയുടെ അഭിപ്രായം മറ്റൊന്നാണ്. പണം വെറുതെ കളയുന്ന ഈ പദ്ധതി ഉപേക്ഷിക്കണം എന്ന നിലപാടാണ് അവർക്ക്. ഏതായാലും ഇക്കാര്യത്തിൽ ഇന്ത്യ ഗവൺമെന്റ് ഒരു അന്തിമ നിലപാട് എടുത്തിട്ടില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇങ്ങനെ തപസ് പദ്ധതി വൈകിയതാണ് ഇന്ത്യ അമേരിക്കയിൽ നിന്ന് ഡ്രോണുകൾ ഇറക്കുമതി ചെയ്യാനുള്ള ഒരു കാരണം. നമ്മുടെ രാജ്യം എല്ലാ മേഖലയിലും പുരോഗതി കൈവരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ജയ് ഹിന്ദ്.